എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടോ? ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രമാണ് ആ പേഴ്സൺ വിഷമിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ വിഷമിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടോ എന്ന്. ആ പേഴ്സൺ ഇനി വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്നും നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. അതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കടക്കാം. വരും. ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടോ? ഇനി ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രമാണ് ആ പേഴ്സൺ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ മേ ബി വിചാരിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സണ് വിഷമമൊന്നുമില്ല, നിങ്ങളോട് സംസാരിക്കാത്തതിൽ ആ പേഴ്സണ് വിഷമമൊന്നുമില്ല, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നൊന്നും ഉണ്ടാവില്ല, നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ എനിക്ക് ലഭിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ പേഴ്സൺ വിഷമിക്കുന്നതെന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് ഒരു കാരണമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ആ പേഴ്സണ് പറയാനുള്ളത് പറയാൻ സാധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ലല്ലോ. ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, ആ പേഴ്സൻ്റെ ചിന്തകൾ എന്താണ്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമം എന്താണ്, എത്രത്തോളമാണ് ആ പേഴ്സൺ വിഷമിക്കുന്നത്, എത്രത്തോളമാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, എത്രത്തോളമാണ് ആ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്, ഇതൊന്നും ആ പേഴ്സണ് പറയാൻ സാധിക്കുന്നില്ല. അത് ആലോചിക്കുമ്പോൾ, അത് ഓർത്തിട്ടാണ് ആ പേഴ്സൺ വിഷമിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത് ആ പേഴ്സണ് പറയാൻ സാധിക്കുന്നില്ല. അതാണ് ആ പേഴ്സൻ്റെ ഏറ്റവും വലിയ വിഷമമെന്ന് പറയുന്നത്. അതായത് ആ പേഴ്സൺ ചിന്തിക്കുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമമോ, ചിന്തിക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആ പേഴ്സൻ്റെ ഫീലിങ്സാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമമായിക്കോട്ടെ, ഇതൊന്നും ആ പേഴ്സണ് നിങ്ങളോട് തുറന്നു പറയാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇതെല്ലാം ആ പേഴ്സൺ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നതെന്നും, നിങ്ങളെ കാണാൻ കഴിയാത്തത് കാരണം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് കാരണം, ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയാൻ കഴിയാത്തത് കാരണം ആ പേഴ്സൺ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് പറയാൻ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് കൂടി ആ പേഴ്സണ് അത് പറയാൻ സാധിക്കുന്നില്ല. നിങ്ങളോട് ഒന്നും തന്നെ പറയാൻ ആ പേഴ്സണ് സാധിക്കുന്നില്ല. നിങ്ങളോട് മാത്രമല്ല, ആ പേഴ്സൺ ആരോടും ആ പേഴ്സൻ്റെ വിഷമം തുറന്നു പറയാൻ സാധിക്കുന്നില്ല. ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. ആ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, എപ്പോഴും. എന്താണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മറ്റൊന്നുമല്ല, ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്നാണ് നിങ്ങളോട് തുറന്നു പറയാൻ സാധിക്കുക, അതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങളിപ്പോൾ സന്തോഷത്തിലാണോ, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നത് പോലെ നിങ്ങളും ഇപ്പോൾ വിഷമത്തിലാണോ, ആ പേഴ്സണോട് സംസാരിക്കാൻ കഴിയാത്തത് കാരണം, അല്ലെങ്കിൽ ആ പേഴ്സണെ കാണാൻ കഴിയാത്തത് കാരണം, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങളും വിഷമത്തിലാണോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമത്തിലാണെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് എന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം. അതാണ് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരു പുതിയ തുടക്കം ഉണ്ടാവണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ആ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമ്പോൾ ആ പേഴ്സണ് പറയാനുള്ളത് നിങ്ങളോട് പറയണം. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയണം. അതുപോലെ നിങ്ങൾക്ക് എന്താണ് ആ പേഴ്സണോട് പറയാനുള്ളത് എന്ന് കേൾക്കണം എന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സണ് പറയാനുള്ളത് നിങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാനും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സണ് പറയാനുള്ളത് നിങ്ങളോട് പറയണം എന്ന് ആ പേഴ്സൺ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ,
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ആ പേഴ്സണോട് പറയാനുള്ളത് എന്ന് കേൾക്കാനും ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിനൊന്നും ആ പേഴ്സണിന് കഴിയുന്നില്ലല്ലോ. അതായത് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ആ പേഴ്സണിന് കഴിയുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിന് ആ പേഴ്സണ് സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ലല്ലോ. ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു പുതിയ തുടക്കം ഇനി ഉണ്ടാകുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. ഇതെല്ലാം കാരണം ആ പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ആ പേഴ്സൺ ചിന്തിച്ച് വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ മടിയായതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാത്തത്, അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട്. നിങ്ങൾ എത്രത്തോളമാണോ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിനി ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം തന്നെ ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഒരു എനർജി എനിക്കിവിടെ വീണ്ടും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കുക. ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.